അപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ ഹൈന്ദവമായിട്ടുള്ള ഈ ഒരു പാരമ്പര്യത്തിൻ്റെ പിന്തുടർച്ചയിലാണ് നമ്മൾ ഈ ക്ലാസിക്കൽ സംഗീതം പഠിക്കുന്നത്, അല്ലേ? അപ്പം അത് നമ്മുടെ ക്രൈസ്തവമായ ഭക്തിയുടെ ഒരു തീക്ഷ്ണതയിലാണ് നമ്മൾ ഇതിനുവേണ്ടി നമ്മളെ തന്നെ സമർപ്പിക്കുന്നത്. അപ്പോൾ ഇതിന് ഏതെങ്കിലും രീതിയിലൊരു ബുദ്ധിമുട്ടായിരിക്കും എപ്പോഴും തോന്നിയിട്ടുണ്ടോ ഇത് പഠിക്കുന്ന വഴികളിൽ? ഞാനിപ്പോൾ മടത്തി വന്നതിന് ശേഷമാണ് BA MA ആയിട്ട് പഠിക്കുന്നത്. അന്നേരം എനിക്കങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈശോയ്ക്ക് വേണ്ടി ഒരു കമ്മിറ്റ്മെൻ്റ് എടുത്തു. എൻ്റെ ഒരു 16 വയസ്സിന് ശേഷം ഈശോയുടെ മാത്രമേ ഞാനിനി പാടുള്ളൂ. അപ്പോൾ എന്നോട് അധികാരികൾ ചോദിക്കുമ്പോൾ എൻ്റെ മനസ്സിലുണ്ട്, നമ്മുടെ സന്യാസത്തിലെ അനുസരണം എന്ന് പറയുന്നത് തമ്പുരാനാണ് അധികാരികളിലൂടെ പറയുന്നത്. അവർ പറയുന്നത് ദൈവസ്വരമായിട്ട് നമ്മൾ അനുസരിച്ചാൽ അതിനുള്ള കൃപ നമുക്ക് കിട്ടും. അതുകൊണ്ട് എനിക്ക് അനുസരണം വളരെ എളുപ്പമാണ്. അപ്പോൾ എൻ്റെ അധികാരികൾ എന്നോട് ഇങ്ങനെ ആവശ്യപ്പെട്ടപ്പോൾ എന്നാൽ തമ്പുരാൻ്റെ ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ പഠിക്കാം, അങ്ങനെയാണ് ഞാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ബുദ്ധിമുട്ടൊന്നും അനുഭവപ്പെട്ടിരുന്നില്ല. ഞാനിപ്പോൾ ഇപ്പം ഞങ്ങൾ PG ക്കൊക്കെ പഠിക്കുമ്പോൾ മുത്തുസ്വാമി ദീക്ഷിതരുടെ അദ്ദേഹത്തിൻ്റെ മന്ത്രങ്ങളാണ് നമ്മൾ എടുത്ത് പഠിക്കേണ്ടത്. അത് വളരെ ലെങ്തി ആയിട്ടുള്ള കൃതികളൊക്കെയാണ്. അപ്പം നമ്മൾ ഉച്ചരിക്കുന്നതെല്ലാം മന്ത്രങ്ങളാണ്. എന്നാൽ അതുകൊണ്ട് ദോഷമൊന്നും വന്നിട്ടില്ല. എന്നാൽ തമ്പുരാൻ എന്നെ ഈ ഒരു ഇതിൽ വളർത്തുകയും ചെയ്തിട്ടുണ്ട്, ഉപകാരം ഉണ്ടായിട്ടുണ്ട്. സംഗീത ശാഖയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ശാസ്ത്രീയ സംഗീതം വളർന്നു വന്നിരിക്കുന്ന വഴികളെല്ലാം തന്നെ ഹൈന്ദവമായ ഇടങ്ങളിൽ നിന്നും, അല്ലേ? എല്ലാം ദേവീസ്തുതികളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇടങ്ങളിലൂടെയാണ്. അപ്പം ക്രൈസ്തവരായിട്ടുള്ള ആളുകളും ജാതിഭേദമന്യേ എല്ലാവരും ഈ ശാസ്ത്രീയ സംഗീതം പഠിക്കുന്നത് ക്രൈസ്തവമായ ഗാനങ്ങൾ വെച്ചുകൊണ്ടല്ല, അല്ലേ? അപ്പം അത് നമ്മളുടെ വിശ്വാസത്തെയും അല്ലെങ്കിൽ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെയും ഒരിക്കലും തളർത്തി കളയുന്നതായിട്ട് ജോലി തെരേസ എന്ന സിസ്റ്ററിൻ്റെ ക്രൈസ്തവ സന്യാസിനിയുടെ ഒരു ജീവിത വഴികൾ ഒരിക്കലും ആ രീതിയിലൊന്നും അടയാളപ്പെടുത്തുന്നില്ല. ശാസ്ത്രീയ സംഗീതം പഠിച്ചിട്ടുള്ള ഇതര മതസ്ഥരായ ആളുകൾക്കും അങ്ങനെയൊരു തോന്നലുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതുകൊണ്ട് ആരെങ്കിലും ശാസ്ത്രീയ സംഗീതം പഠിക്കാതെ പോകുന്നുമില്ല. അപ്പോൾ സംഗീതത്തിന് ഈ ജാതി മത വ്യത്യാസങ്ങളുടെ ഒരു തരംതിരിവ് ആവശ്യമുണ്ടെന്ന് തോന്നി? അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷേ ഒന്നുള്ളത്, ഇപ്പം ഞാനൊരു ക്രിസ്ത്യൻ ഫെയ്ത്തിൽ വളർന്ന ഒരാളായതുകൊണ്ട് എനിക്ക് ഈശോയുടെ ബന്ധം. അപ്പം ഈശോയെക്കുറിച്ച് കേൾക്കുമ്പോൾ എനിക്ക് ആ ഭക്തി ഫീൽ ചെയ്യണമെങ്കിൽ ആ കൃതിയിൽ എൻ്റെ ഈശോ ഉണ്ടെങ്കിലായിരിക്കും എനിക്ക്. അതുപോലെ മറ്റൊരു മതത്തിലെ വ്യക്തിക്ക് അദ്ദേഹം വളർന്നു വന്ന ഏത് ദൈവത്തിൽ വിശ്വസിച്ചാണോ വന്നേ ആ ദൈവത്തിൻ്റെ നാമം അവിടെ ഉള്ളപ്പോൾ അദ്ദേഹത്തിന് അത് ഭക്തിയായിരിക്കും, അദ്ദേഹത്തിന് അതായിരിക്കും ഹീലിംഗ് ആവുന്നതും. അപ്പം അങ്ങനെ ഒരു വ്യത്യാസമാണ് എനിക്ക് തോന്നിയത്. നമ്മൾ ഉച്ചരിക്കുന്ന വാക്കുകൾക്കപ്പുറത്ത് ഈ സംഗീതം എന്ന് പറയുന്നതിനൊരു നിത്യമായൊരു ശാശ്വതമായൊരു മാനമില്ലേ, അല്ലേ? വാക്കുകൾ അതിൽ തന്നെ പ്രധാനമാണോ സംഗീതത്തിൽ? അത് ഭക്തി ഉണ്ടാക്കുന്നത് വാക്കുകളാണോ സംഗീതമാണോ? സംഗീതം തന്നെയാണ് ഭക്തി ഉണ്ടാക്കുന്നത്. ഞാനത് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ മലയാളികൾ ഇന്ന് ഏറ്റവും കൂടുതൽ ഭക്തിയോടുകൂടി ആലപിക്കുന്ന ഗാനം, അല്ലെങ്കിൽ ആ ഒരു ഗാനത്തിൻ്റെ ആ ഒരു ഈണത്തിൻ്റെ രീതിയിൽ ചിട്ടപ്പെടുത്തപ്പെട്ട ഒത്തിരിയേറെ വരികൾ, അത് ക്രൈസ്തവമായിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ഭക്തനായിട്ടുള്ള ഒരാൾ, ക്രിസ്തുവിനെ അറിയുന്ന ഒരാൾ രചിച്ചതല്ല. അല്ലെങ്കിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അധ്വാനിക്കുന്നവർക്കും ഭാരം ചുമക്കുന്നവർക്കും എന്നുള്ള ഗാനമാണ്. ആ ഗാനം ഒന്ന് പാടി നോക്കി. അധ്വാനിക്കുന്നവർക്കും ഭാരം ചുമക്കുന്നവർക്കും അത്താണിയായുള്ളോരേ കർത്താവേ യേശുനാഥ. ഇത് പാടാത്ത ക്രൈസ്തവരുണ്ടോ? മലയാളികളുണ്ടോ? ഈ ഗാനങ്ങൾ പാടാത്ത ജാതിഭേദമന്യേ എല്ലാവരും പാടുന്നു, അല്ലേ? ഇത് പള്ളിയിലേക്ക് വേണ്ടി ചിട്ടപ്പെടുത്തിയതല്ല, സിനിമയ്ക്ക് വേണ്ടി ചിട്ടപ്പെടുത്തിയതാണ്. ഈ ഗാനം ചിട്ടപ്പെടുത്തുന്നത് നമുക്കെല്ലാവർക്കും, നമ്മളെല്ലാവരും ആദരിക്കുന്ന, ഭാരതം ആദരിക്കുന്ന ദക്ഷിണാമൂർത്തി സ്വാമികളാണ്. ഭാരതത്തിൻ്റെ, ലോകത്തിൻ്റെ തന്നെ, പ്രത്യേകിച്ച് കർണാട്ടിക് ശാസ്ത്രീയ സംഗീത ശാഖയിൽ അദ്വിതീയനായിരുന്ന ദക്ഷിണാമൂർത്തി സ്വാമികളുടെ ഈണമാണ്. ഈ ഈണം തന്നെയാണ് നമ്മുടെ എത്രയോ ഭക്തിഗാനങ്ങൾക്ക് നമ്മൾ, പ്രത്യേകിച്ച് നൊവേനകളിലൊക്കെ ഒട്ടേറെ ഗാനങ്ങൾക്ക് നമ്മൾ ഇതേ മാതാവിൻ്റെ നിത്യസഹായ മാതാവ് ഉൾപ്പെടെ ഒട്ടേറെ ഗാനങ്ങൾക്ക് നമ്മൾ ചിട്ടപ്പെടുത്തി, അല്ലേ? അതുപോലെ തന്നെ നമ്മുടെ തന്നെ പ്രാർത്ഥനാ ഗീതങ്ങളിൽ നമ്മൾ എന്നും ആലപിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ലോകം മുഴുവൻ സുഖം പകരാനായി, രണ്ടുപേരും ഒന്ന് പാടിക്കേ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹഗീതമേ മിഴി തുറക്കൂ. സ്നേഹദീപമേ. ഞാൻ പറയണത് ദക്ഷിണാമൂർത്തി സ്വാമികളുടെ ഈണമാണ്. നമ്മളെല്ലാവരും ഹൃദയത്തിൽ ഏറ്റുപാടുമ്പോൾ ഈ ഈണം ചിട്ടപ്പെടുത്തിയ ആളിനപ്പുറത്ത് നമ്മൾ
ദൈവത്തിലേക്ക് നമ്മുടെ മനസ്സുകളെ ഉയർത്തുവാനായിട്ട് സംഗീതത്തിന് കഴിയുന്നുണ്ട്. അതെ, ഞാൻ വിശ്വസിക്കുന്നു സംഗീതത്തിന് ജാതിഭേദങ്ങളില്ല. സംഗീതത്തിൽ ജീവനുണ്ട്. സംഗീതത്തിന് ജീവൻ, അത് ജീവിപ്പിക്കുന്നു അല്ലേ? ക്ലാസിക്കൽ സംഗീത ശാഖയിൽ സിസ്റ്റർ ഇപ്പോൾ ആലപിക്കുന്ന ഈ ഗാനങ്ങൾ സത്യത്തിൽ സിസ്റ്ററിൻ്റെ പ്രാർത്ഥന തന്നെയാണ് അല്ലേ? അപ്പോൾ അതിൻ്റെ വാക്കുകൾക്ക് അതിൻ്റെതായ പ്രാധാന്യമുണ്ട് അല്ലേ? അത്തരത്തിൽ സിസ്റ്റർ പ്രാർത്ഥനയോടെ ആലപിക്കുന്ന ഒരു കീർത്തനം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് ആലപിക്കും. തീർച്ചയായിട്ടും. ഇപ്പോൾ വസന്തരാഗത്തിൽ ആദിതാളത്തിലൊരു കീർത്തനമാണ് ആലപിക്കുന്നത്. അത് ഈശോയെക്കുറിച്ച് പ്രകീർത്തിക്കുന്ന ഒരു കീർത്തനമാണ്. ആരാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്? ഇത് ഓമനക്കുട്ടി ടീച്ചറാണ് എനിക്ക് പഠിപ്പിച്ചു തന്നത്. ടീച്ചറാണ് ഈണം കൊടുത്തിട്ടുള്ളത്. എഴുതിയിരിക്കുന്നത് മോശവത്സല ശാസ്ത്രികൾ എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരുപാട് ഇങ്ങനത്തെ കൃതികൾ എഴുതിയിട്ടുണ്ട്. അതിൽ നിന്നും ടീച്ചറെടുത്ത് ഈണം പകർന്ന ഒന്നാണ്. കരുണാകരനാം പരനേ ശരണം കനിവിഷഹരണേ തിരുകൃപ ശരണം. 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 കരുണാകരനാം കാതരുൾക ശരണം ത്രിയേക. കാതരുൾക ശരണം ത്രിയേക. കാതരുൾക ശരണം ത്രിയേക. കാതരുൾക ശരണം ത്രിയേക. കരളലിഞ്ഞിടണമേ കൃപാലോ. കരളലിഞ്ഞിടണമേ കൃപാലോ. കരുണാകരനാം പരനേ ശരണം. നിത്യാസുരവരദേവ ശരണം. നിത്യാസുരവരദേവ ശരണം. നിത്യാസുരവരദേവ ശരണം. സ്തുത്യനീശോ മിശിഹ ശരണം ശരണം. നിത്യാസുരവരദേവ ശരണം. സ്തുത്യനീശോ മിശിഹ ശരണം ശരണം. സത്യാത്മൻ ശരണം ത്രിയേക. സത്യാത്മൻ ശരണം ത്രിയേക. സത്യാത്മൻ ശരണം ത്രിയേക. പത്യം വരമരുൾക കൃപാലോ. പത്യം വരമരുൾക കൃപാലോ. കരുണാകരനാം പരനേ ശരണം. നീ സരി രി സനി സരി സനി സരി സനി സഗരി രി സനി ധനി സഗരി മാഗരി സനി സഗരി സനി ധനി ധമ ധനി ധമ നി ധനി ധമ ഗരി സനി സാമ ഗമ ഗരി സനി സമ ഗമ ധനി ധമ ധനി സ ധനി സ മാഗരി സനി സഗരി സനി ധനി രി സനി ധമ ധനി സഗരി സ രി സനി സനി ധ ഗരി സനി ധ രി സനി ധമ സനി ധമ ധരി സനി സനി ധനി ധമ രി സനി ധനി സനി ധമ ധ ഗമ ധനി സഗരി സ രി സനി സനി ധ ഗരി സനി ധ രി സനി ധമ മഗരി സനി. കരുണാകരനാം പരനേ ശരണം കനിവിഷഹരണേ തിരുകൃപ ശരണം.
കരുണാകരനാം പരനേ ശരണ മനോഹരം. നമ്മുടെ സ്നേഹം സഹനം സന്യാസം എന്ന ഈ വേദിയിൽ ഇത്ര സമ്പന്നമായൊരു ആലാപനം, അങ്ങനെ ഒരു അവസരം ഉണ്ടായതിൽ ഞാൻ തമ്പുരാനെ നന്ദി പറയുകയാണ് കേട്ടോ. തീർച്ചയായിട്ടും ഇത്ര മനോഹരമായ, ഇത്ര റിച്ചായിട്ടുള്ള ഒരു ക്ലാസിക്കൽ ശാസ്ത്രീയ സംഗീതത്തിൻ്റെ ഒരു ആലാപനം ഉണ്ടാകാൻ ഇടവന്നതിൽ തമ്പുരാനെ നന്ദി പറയും. മനോഹരമായി. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ അപ്പച്ചൻ്റെ കാര്യം പറഞ്ഞിരുന്നു അല്ലേ? അപ്പച്ചനെ എപ്പോഴും പാട്ട് പാടിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരു വിശേഷം ഒന്ന് പറയണത് എനിക്ക് സന്തോഷമാണ്. അതായത് അപ്പച്ചന് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏതായിരുന്നു? പാടി എപ്പോഴും കേൾക്കാൻ ആഗ്രഹം. പപ്പയ്ക്ക് ലൈറ്റ് മ്യൂസിക്കുകൾ കോമ്പറ്റീഷന് വേണ്ടിയിട്ട് പഠിക്കുന്നത് പപ്പേനെ ഒരു 10 പ്രാവശ്യം പാടിച്ച് കേൾപ്പിച്ചാലേ പപ്പ, എന്നാലും പപ്പ അത് ശരിയായി എന്ന് അറിയത്തില്ല. കാരണം കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ്. പിന്നെയും പിന്നെ അതുപോലെ ശരിയാനുണ്ട്, ഇവരുടെ ശരിയാനുണ്ട്, പാട് പാട് പാട്. ഏത് പാട്ടാണ് അങ്ങനെ പാടിയിട്ടുള്ളത് പപ്പയുടെ അടുത്ത്? ഇപ്പൊ ജോർദാൻ നദിയിലെ ഓളങ്ങളെ എന്ന് പറഞ്ഞ അത് ബൈബിൾ കലോത്സവത്തിനൊക്കെ വേണ്ടിയിട്ട് പഠിപ്പിച്ചതായിരുന്നു. അത് പപ്പ തന്നെ എങ്ങാണ്ട് പോയി തപ്പിപ്പിടിച്ച് പാട്ടൊക്കെ സംഘടിപ്പിച്ച് കൊണ്ടുവന്നതാണ്. ആ പാട്ടും പപ്പയ്ക്ക് വേണ്ടി ഒന്ന് പാടി. തീർച്ചയായിട്ടും. ജോർദാൻ നദിയിലെ ഓളങ്ങളെ പാടൂ യേശുവിൻ ഗാനം. ജോർദാൻ നദിയിലെ ഓളങ്ങളെ പാടൂ യേശുവിൻ ഗാനം. നീലഗലീലിയ തീരങ്ങളെ പാടൂ യേശുവിൻ നവദാനം. നീലഗലീലിയ തീരങ്ങളെ പാടൂ യേശുവിൻ നവദാനം. ജോർദാൻ നദിയിലെ ഓളങ്ങളെ പാടൂ യേശുവിൻ ഗാനം. സപ്തസ്വരങ്ങളായി ഒഴുകിയെത്തുന്നു സ്വർഗീയ സംഗീത ധാരാമൃതം. സപ്തസ്വരങ്ങളായി ഒഴുകിയെത്തുന്നു സ്വർഗീയ സംഗീത ധാരാമൃതം. മുക്തഭാവങ്ങളായോമനിച്ചെത്തുന്നു നിൻ സ്നേഹ സിന്ധുവിൻ വചനമന്ത്രം. മുക്തഭാവങ്ങളാലോമനിച്ചെത്തുന്നു നിൻ സ്നേഹ സിന്ധുവിൻ വചനമന്ത്രം. ജോർദാൻ നദിയിലെ ഓളങ്ങളെ പാടൂ യേശുവിൻ ഗാനം. മനോഹരം. ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. അപ്പച്ചൻ്റെ അവസാന കാലങ്ങൾ, അപ്പച്ചൻ മരിച്ചിട്ട് ഇത് 3 വർഷം അല്ലേ? അതെ. അപ്പോൾ അവസാന കാലങ്ങളിൽ സിസ്റ്റർ തന്നെയാണ് അപ്പച്ചനെ കൂടുതൽ സമയം കൂട്ടിരിക്കാനായിട്ട് സഭ പ്രത്യേകമായിട്ട് അനുവദിച്ചിരുന്നു അല്ലേ? അപ്പം അങ്ങനെ അത് സഭയോട് ഒരുപക്ഷെ ജീവിതം കൊണ്ടെന്നും നന്ദി പറയുന്നൊരു മനസ്സുണ്ടാവാം. അപ്പച്ചൻ അത് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു അനുഭവം എങ്ങനെയാണ്? നമ്മുടെ സമർപ്പിത ജീവിതത്തിന് നമ്മൾ അപ്പച്ചനോടും അമ്മച്ചിയോടും ഒപ്പം അവസാന സമയത്ത് അപ്പച്ചൻ്റെ ഒരു വലിയ അഭിലാഷവുമായിരുന്നു അല്ലേ? അപ്പോൾ അത് സാധിച്ചു കൊടുക്കാൻ പറ്റി. അപ്പോൾ അതിനെ എങ്ങനെയാണ് കാണുന്നത്?
അപ്പം എൻ്റെ എന്തായിരുന്നു അപ്പച്ചൻ്റെ അസുഖം? പപ്പയ്ക്ക് ബ്രെയിൻ ട്യൂമർ ആയിരുന്നു. പപ്പ എന്ന് പറഞ്ഞാൽ യാതൊരു അസുഖം ഇല്ലാത്തൊരു മനുഷ്യനാണ്. ഷുഗറോ പ്രഷറോ ഒന്നുമില്ല. വല്ലപ്പോഴും ഒരു പനി വന്നാൽ അത് പപ്പയുടെ പൊടിക്കൈയിൽ തന്നെ അത് മാറും. അങ്ങനെ ഒരു പപ്പയായിരുന്നു. പക്ഷെ എൻ്റെ മമ്മി എന്ന് പറഞ്ഞാൽ ഒത്തിരി ഡയാലിസിസ് പേഷ്യൻ്റാണ്. ഇപ്പം ആഴ്ചയിൽ 3 ഡയാലിസിസ് ഉണ്ട്. മമ്മി വർഷങ്ങളായിട്ട് ഇങ്ങനെ ഞങ്ങൾ 3 സിസേറിയൻ കഴിഞ്ഞതോട്ട് മമ്മിക്ക് ഷുഗർ അങ്ങനെ ഒത്തിരി അസുഖങ്ങളിലൂടെ പോകുന്നത്. പപ്പയാണ് മമ്മിയുടെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരുന്നത്. അപ്പം എൻ്റെ ചേട്ടനും അനിയത്തിയൊക്കെ പുറത്താണ്. അപ്പം പപ്പ മമ്മീനെ എപ്പോഴും ഡയാലിസിസിന് കൊണ്ടുപോവുക. അപ്പോൾ പപ്പയ്ക്ക് പപ്പയുടേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷെ പപ്പ ആരോടും പറഞ്ഞിരുന്നില്ല. പപ്പയ്ക്ക് ഇങ്ങനെ സംസാരിച്ച് വരുമ്പം കണക്ഷൻ വിട്ടുപോകും, അതുപോലെ യൂറിൻ തന്നെ പോവും. അപ്പോൾ ഇതൊന്നും പപ്പ ആരോടും പറയാതെ മാക്സിമം ഒളിച്ചു വെച്ച് മമ്മീനെ ശുശ്രൂഷിക്കലായിരുന്നു. പക്ഷെ ഫൈനലി അപ്പോൾ എൻ്റെ അധികാരികൾ തന്നെയാണ് എന്നോട് പറഞ്ഞത്, ജൂലി അറ്റ്ലീസ്റ്റ് സാറ്റർഡേ അല്ലെങ്കിൽ സൺഡേ ഒന്ന് പറ്റുകയാണെങ്കിൽ ഒന്ന് പോയി അന്വേഷിക്കുക. മമ്മി ഇത്രയും വയ്യാതിരിക്കില്ലേ, മമ്മി ഇങ്ങനെ ലാസ്റ്റ് സാക്രമെൻ്റൊക്കെ കൊടുത്തിട്ട് ഇരിക്കുന്ന സമയമാണ്. മമ്മി അന്ന് ബെഡിൽ നിന്നൊന്ന് തിരിയാൻ പോലും പറ്റാത്തത്ര ക്രിട്ടിക്കലായിട്ടൊരു സമയമാണ്. അപ്പോൾ അങ്ങനെ ഞാനന്ന് ട്രിച്ചിയിൽ PhD ചെയ്യുന്ന സമയവും. അപ്പോൾ അന്ന് സൺഡേയും കൂടി വർക്കിംഗ് ആയിരുന്നു, കോളേജിൽ പോകണമായിരുന്നു അത്യാവശ്യം. എങ്കിലും എൻ്റെ അധികാരികൾ പറഞ്ഞതിനെ പ്രതി ഞാൻ വീട്ടിൽ സൺഡേയ്സൊക്കെ പറ്റുമ്പോൾ പോവും. അപ്പോൾ ചെല്ലുമ്പോഴാണ് എനിക്കും മമ്മി പറയുന്ന പോലെ പപ്പയ്ക്ക് എന്തോ സംതിങ് അങ്ങനെ തോന്നുമായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ മദറിനോടെല്ലാം കൺവേ ചെയ്യുന്നുണ്ടായിരുന്നു, ഗ്രാസിയ മദറിനോട്. അപ്പോൾ മദർ ഒരു നഴ്സിംഗ് സൂപ്രണ്ടൻ്റൊക്കെ ആയിരുന്നു. മദർ ഒരു നല്ല ഡോക്ടറാണെന്ന് തന്നെ പറയണം. സിസ്റ്റർ ഗ്രാസിയ. ഇപ്പോൾ ഞങ്ങളുടെ അസിസ്റ്റന്റ് പ്രൊവിൻഷ്യലാണ്. അതെ. അപ്പം മദർ ഒരു ക്യാൻസറൊക്കെ അതിജീവിച്ചിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ മദറിനോട് ഇങ്ങനെ എല്ലാം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ മദറിനും കേട്ടപ്പോൾ മദർ അങ്ങനെ എന്നോട് പറഞ്ഞു, ആ തിരുവനന്തപുരം വഴി അവർക്ക് എപ്പോഴും പോകേണ്ട ഒരു ആവശ്യം വന്നപ്പോൾ മദറും അതുപോലെ ഞങ്ങളുടെ സൈക്കാട്രി സിസ്റ്ററൊക്കെ ഉണ്ടായിരുന്നു, ഡോക്ടർ സിസ്റ്റർ, അവരെല്ലാവരും വീട്ടിൽ ഇറങ്ങി. അന്ന് ഞാനും അവിടെ ഉണ്ട്, ഒരു സാറ്റർഡേ ആണ്. അപ്പോൾ പപ്പയോട് സംസാരിച്ച് കഴിഞ്ഞ് മദർ എന്നോട് പറഞ്ഞു, ജൂലി സൺഡേ നാളെ എന്തായാലും തൃച്ചിക്ക് പോകണ്ട, പപ്പേനെ എത്രയും പെട്ടെന്നുള്ള ഒരു ന്യൂറോളജിസ്റ്റിനെ കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ അന്ന് പപ്പ എന്നോട് ഒന്ന് ചോദിക്കും, ഇന്ന് എന്താ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചേ, ഇന്നലെ നമ്മൾ എവിടെ, അങ്ങനെ പപ്പയ്ക്ക് തന്നെ. പക്ഷെ ഒരു ഒരു മനുഷ്യനാണ്, ഭയങ്കര സ്വീറ്റ്, ഒരു മാറ്റം കണ്ടിട്ടുണ്ടല്ലോ, ഒരു സ്വീറ്റ് മനുഷ്യനാണ് എൻ്റെ പപ്പ. പപ്പയ്ക്ക് 69 വയസ്സിലാണ് പപ്പ മരിക്കുന്നത്, 70ലേക്ക് എത്താറായപ്പോൾ. അങ്ങനെ പപ്പ ഇങ്ങനെ കിട്ടാണ്ട് വരുമ്പം പപ്പ ചിരിക്കും, അത്രേ ഉള്ളൂ പപ്പയുടെ ഇത്. അപ്പം അന്നിങ്ങനെ ന്യൂറോളജിസ്റ്റിൻ്റെ അടുത്ത് പോകുമ്പോഴാണ് ഡോക്ടർ ഇങ്ങനെ പപ്പയുടെ അടുത്ത് രോഗിയുടെ സീറ്റിലിരിക്കാൻ പറഞ്ഞിട്ട് എന്തേതായിരിക്കില്ല, നീ ഇരിക്കുന്ന എന്നോട്. പപ്പ ഇങ്ങനെ രോഗമില്ലാത്തൊരു മനുഷ്യനായിരുന്നുകൊണ്ട് അപ്പം അവസാനം ഡോക്ടർ ഇരുത്തി. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ ഡേറ്റ് ചോദിക്കുമ്പോൾ വേറെ ഡേറ്റാണ്, മാസം ചോദിക്കുമ്പോൾ വേറെയാണ്, ഇയർ ചോദിക്കുമ്പോൾ വേറെയാണ്, എല്ലാം വേറെ, ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പറയും പറയും. അവസാനം എന്നെ കാണിച്ചിട്ട് ഇത് ആരാന്ന് ചോദിച്ചു. അപ്പോൾ മറ്റേതൊക്കെ മാറി പറഞ്ഞെങ്കിൽ എനിക്കൊന്നും തോന്നിയില്ല കേട്ടോ. അപ്പം ഞാനാന്ന് ചോദിച്ചിട്ട് പപ്പയ്ക്ക് കിട്ടുന്നില്ല, അതുകൊണ്ട് പപ്പയ്ക്ക് പറയാൻ പറ്റാഞ്ഞിട്ട് പപ്പ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക, വെറുതെ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഡോക്ടർ അവസാനം ഭയങ്കരമായിട്ട് കമ്പൽ ചെയ്ത് പറയിപ്പിച്ചപ്പോൾ പറഞ്ഞു, ഇതെൻ്റെ പെങ്ങളാണെന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്കിതിൻ്റെ സീരിയസ്നെസ്സും പപ്പയ്ക്ക് അത്ര പോലും മനസ്സിലാവുന്നില്ല നമ്മളെ. ആ പപ്പയാണ് ഈ വയ്യായികയും വെച്ച് മമ്മേനെ ഡ്രൈവ് ചെയ്ത് ഡയാലിസിസിന് കൊണ്ടുപോയിരുന്നത്. തമ്പുരാൻ സംരക്ഷിച്ചു ശരിക്കും. അങ്ങനെ പിന്നെ അപ്പം സർജറി ഒക്കെ പറഞ്ഞ ഉടനെ 5 ദിവസത്തിനകത്ത് പെട്ടെന്ന് അന്നേരമാണ് മനസ്സിലാവുന്നത്. സ്കാൻ ചെയ്തു, ന്യൂറോളജിസ്റ്റിനെ കാണിച്ചു. സ്കാനിങ് കഴിഞ്ഞ് ചെല്ലുമ്പോഴാണ് അങ്ങനെ അതൊരു ഭയങ്കര സീനായിരുന്നു. പപ്പേനെ ഒന്ന് അഡ്മിറ്റ് ആക്കാൻ പെട്ട പാട്, എന്നെ വലിച്ചുകൊണ്ട് ഇറങ്ങിപ്പോവായിരുന്നു റൂമിൽ നിന്ന്. മമ്മി അന്നേരം ഒരു സൈഡിൽ ഡയാലിസിസ് കിടക്കുന്നു. അപ്പം മമ്മിയെ അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റൂമെന്ന് പറഞ്ഞ് പപ്പേനെ അവിടെ കൊണ്ടുപോയി. പക്ഷേ അതൊക്കെ നല്ല, ഇപ്പോൾ ഓർക്കുമ്പം ഭയങ്കര ദൈവ പരിപാലനയുടെ സമയങ്ങളായിരുന്നു എല്ലാം. തമ്പുരാൻ വലിയൊരു ശക്തി തരും ആ സമയത്തൊക്കെ നമുക്ക് എല്ലാത്തിനെയും നേരിടാനും എല്ലാം കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ. അങ്ങനെ പിന്നെ പപ്പയുടെ കണ്ടീഷനും വളരെ വേഴ്സായി തുടങ്ങിയപ്പോൾ അങ്ങനെ സുപ്പീരിയേഴ്സ് പറഞ്ഞു. അപ്പോൾ എൻ്റെ സിബ്ലിങ്സ് എല്ലാം പുറത്തായതുകൊണ്ട് അവർക്ക് അന്നേരം വരാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ എന്നാൽ ഞങ്ങളുടെ ഹോസ്പിറ്റലിലേക്ക് ഇടക്കുന്ന ഞങ്ങൾക്ക് സ്റ്റെല്ല മാരിസ് ഹോസ്പിറ്റലുണ്ട്, അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ആദ്യം മമ്മിയെ രാജഗിരിയിലാണ് ഡയാലിസിസ് ചെയ്തിരുന്നത്, ഇപ്പോൾ അത് LF മാറ്റി. അപ്പം ഡയാലിസിന് മമ്മിയും കൊണ്ട് പോകുമ്പോഴും പപ്പയുടെ മനസ്സിൽ പപ്പ രോഗിയേ അല്ല, അതുകൊണ്ട് പപ്പ പണ്ടത്തെ പോലെ മമ്മിയെ ശുശ്രൂഷിക്കലാണ്, കൂടെ പോവും ഡയാലിസിന്. അങ്ങനെ പിന്നെ പപ്പ അവസാനം തീരെ വയ്യാണ്ടായി. ഒരു മാസത്തോളം ആദ്യം ഒരു സൈഡ് പാരലൈസ്ഡായി. പിന്നെ ഒരു മാസത്തോളം പപ്പ കുറച്ച് കിടപ്പ് പോലെയായിരുന്നു, എഴുന്നേറ്റ് കസേരയിലിരുത്തായിരുന്നു. അപ്പം വേറൊരു ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞാൽ അന്ന് കൊറോണയായിട്ട് എനിക്ക് ട്രിച്ചിയിൽ നിന്ന് നമ്മളിങ്ങനെ ബോർഡറൊക്കെ ക്ലോസ് ചെയ്യുന്നൊരു ടൈമാണ്. അപ്പം ഇങ്ങനെയൊക്കെ ചാടി മറിഞ്ഞ് നമ്മളിവിടെ എത്തി. അങ്ങനെ അതെ. അപ്പം അങ്ങനെ അധികാരികൾ അനുവദിച്ച് പപ്പയുടെ മമ്മിയുടെയും കൂടെ ആയിരുന്നു. അപ്പം അവരെ ശുശ്രൂഷിക്കാനായിട്ട് പറ്റി. അങ്ങനെ പപ്പയുടെ ലാസ്റ്റ് മൊമെൻറ്റ്സിലും
പപ്പ ഇങ്ങനെ മരിക്കുന്ന ആ ദിവസം ഞാൻ ഇന്നുവരെ ജീവിതത്തിൽ മരണം കണ്ടിട്ടില്ല. പക്ഷെ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. മരണമൊക്കെ എനിക്ക് ഭയങ്കര ഒരു ഇങ്ങനെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള കാര്യം. ആ സമയത്ത് എന്താ നമുക്കറിയില്ല, എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം. അപ്പം ഞാൻ ഇങ്ങനെ ഈശോയോട് പറഞ്ഞു, ഈശോ ഞാൻ ആരും മരിക്കുന്ന ഇതുവരെ കണ്ടിട്ടില്ല, എനിക്ക് മരണം എങ്ങനെയാണെന്നൊക്കെ കാണണമെന്ന്. അപ്പം മനസ്സിലിങ്ങനെ വെറുതെ പണ്ടേ തോന്നും പപ്പയുടെ മരണമായിരിക്കും ആദ്യം നീ കാണാൻ പോണേ അങ്ങനെ. അപ്പോൾ ശരിക്കും പപ്പ എന്ന് മരിക്കുന്ന ദിവസം രാവിലെ ഒരു 9 to 11:30 വരെ പപ്പനെ നോക്കുന്നൊരു പയ്യനുണ്ട്. ഞാൻ അവനോടൊന്ന് റൂമിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കര ഒരു പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനം പോലെ കുറേ സമയം ഇങ്ങനെ പ്രാർത്ഥിക്കുക. പപ്പയ്ക്ക് ഒന്നും പറയാൻ പറ്റില്ല. എൻ്റെ കണ്ണ് മാത്രം ചലിപ്പിക്കും, എൻ്റെ കണ്ണിലേക്ക് നോക്കും. പപ്പയുടെ ചില പാസ്റ്റൊക്കെ ഇങ്ങനെ എനിക്ക് എന്തെങ്കിലും കേട്ടിട്ടുള്ളതായിരിക്കാം, പക്ഷെ അതൊക്കെ പറയുമ്പോൾ പപ്പ ഇങ്ങനെ ആലോചിക്കും. അങ്ങനെ ആ ഒരു 2 മണിക്കൂർ പ്രെയർ കഴിഞ്ഞപ്പോഴാണ് പപ്പയ്ക്ക് ഇങ്ങനെ ചെറിയൊരു എക്കിള് പോലെ വന്ന്. അപ്പോഴത്തേക്ക് എൻ്റെ സിസ്റ്റേഴ്സ് എല്ലാവരും ആ ഹൗസിലും ഹോസ്പിറ്റലിലുള്ള എല്ലാ സിസ്റ്റേഴ്സ്, ഇത്രയും ഒരു ബ്ലെസ്സഡ് ഒരു മരണം ആർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, അത്രയ്ക്കും തമ്പുരാൻ. പിന്നെ എൻ്റെ പപ്പയുടെ കാര്യം പറഞ്ഞാൽ പപ്പയ്ക്ക് ഞാൻ സിസ്റ്റർ ആകുമ്പോഴായിട്ട് ഏറ്റവും സങ്കടമുള്ള ഒരാളായിരുന്നു. പപ്പ ആഗ്രഹിക്കുന്ന പോലെ പപ്പയുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊന്നും എന്നെ കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നുള്ള ഭയങ്കര സങ്കടമായിരുന്നു. പക്ഷേ പപ്പയുടെ ലാസ്റ്റ് മൊമെൻറ്റ്സിലാണ് പപ്പ ഞാൻ സന്യാസിനി ആയതിൻ്റെ ആ മഹത്വം എന്താണെന്ന് എൻ്റെ പപ്പ അറിയുന്നത്. ആ ലാസ്റ്റ് മൊമെൻറ്റ്സിൽ എൻ്റെ പപ്പയ്ക്ക് ഈ നസ്രത്തിൻ്റെ മണ്ണേ ഉണ്ടായുള്ളൂ. അതിൻ്റെ ഒരു നന്ദി എന്നും തമ്പുരാനോടുണ്ട്. ഞാൻ ഓർക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും തമ്പുരാനാണ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തിട്ടുള്ളൂ, ഇന്നും അങ്ങനെയാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് പോരുമ്പോഴും ഞാൻ എല്ലാം ഉപേക്ഷിച്ചിട്ടാണ് വരുന്നത്. പക്ഷേ പപ്പയ്ക്കും മമ്മിക്കും വയ്യാണ്ടാകുമ്പോഴും ഞാൻ ആ വശത്തേക്ക് ചിന്തിക്കുന്നില്ല. ഞാൻ ഈശോയോട് പറയും, ഈശോയെ ഞാൻ നിനക്ക് വേണ്ടി വന്നു, നിൻ്റെ കടമയാണ് ഈ വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ, നീ നോക്കിക്കോ, ഞാൻ അങ്ങോട്ടേക്ക്. പക്ഷെ എൻ്റെ അധികാരികളാണ് എന്നോട് പറയുന്നത്, വിളിക്കുക, അന്വേഷിക്കുക, അങ്ങനെ. അപ്പം നമ്മൾ തമ്പുരാനെ വിട്ടുകൊടുക്കുമ്പോൾ ദൈവം നമ്മുടെ ലൈഫിൽ ഇടപെടുന്നത് അത് ഭയങ്കര വണ്ടർഫുള്ളാണ്. പപ്പ ആരായിരുന്നു? പപ്പ ഒരു ബിസിനസ്മാൻ ആയിരുന്നു. എന്തായിരുന്നു പപ്പയ്ക്ക് ഈ ഗ്ലാസിൻ്റെ ഒക്കെ മിറർ, അങ്ങനെ പ്ലെയിൻ ഗ്ലാസിൻ്റെ ഒക്കെ ഒരു ഹോൾസെയിൽ കടയായിരുന്നു തിരുവനന്തപുരം ചാലയ. അതിനും തിരുവനന്തപുരത്തായിരുന്നു വളർന്നതല്ല അല്ലേ? അതെ അതെ. ചെറുപ്പം മുതൽ നന്നായി ഡ്രൈവ് ചെയ്യുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. എന്തായിരുന്നു അതിൻ്റെ അങ്ങനെ ഒരു പഠിക്കാനുള്ള എക്സ്പീരിയൻസ്? പപ്പയ്ക്കും മമ്മിക്കും നിർബന്ധമായിരുന്നു 18 വയസ്സാകുമ്പം ലൈസൻസ് വേണം, പാസ്പോർട്ട് വേണം, അങ്ങനെ എല്ലാം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പഠിപ്പിച്ചു. അപ്പോൾ എനിക്കങ്ങനെ ഡ്രൈവിങ് ചേട്ടനുണ്ട്, പപ്പയുണ്ട്. അപ്പം എനിക്ക് ഡ്രൈവിങ് നമ്മൾ നാട്ടിലേക്കൊക്കെ പോകുമ്പോഴാണ് ഞാൻ ഡ്രൈവ് ചെയ്യില്ല, മടിച്ചായിരുന്നു, എനിക്ക് വേണ്ട, അങ്ങനെയായിരുന്നു. പക്ഷേ ഒരു സമയത്ത് ചേട്ടൻ അന്ന് ഹൈദരാബാദിൽ വർക്ക് ചെയ്യുകയാണ്. ഞാനിപ്പോൾ ഡിഗ്രി പഠിക്കുന്ന സമയം അനിയത്തി സ്കൂളിലാണ്. മമ്മി ഒരു സർജറി കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. പപ്പ ഒരു വീഴ്ച കഴിഞ്ഞിങ്ങനെ ഇവിടെ തൊട്ട് ഇവിടെ വരെ പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ പപ്പേനെ കടയിൽ കൊണ്ടേ ആക്കണം. അപ്പോൾ അന്ന് പപ്പ കട്ടായം പറഞ്ഞു, ഡ്രൈവറിനെ വെക്കുന്ന പരിപാടിയില്ല, നമുക്കെല്ലാം കൂടെ അഫോർഡ് ചെയ്യാൻ പാടാണ്, നീ വണ്ടി എടുത്തേ പറ്റൂ. ശരിക്കും അന്നാണ് ആ ട്രിവാൻഡ്രം സിറ്റിയിൽ എന്നാ ട്രാഫിക്കിൻ്റെ പീക്ക് ടൈമിൽ ഹാഫ് ക്ലച്ചൊക്കെ അപ്പോഴാണ് ശരിക്കും പഠിച്ചത്. അങ്ങനെ വണ്ടി എടുത്ത് ഇപ്പം എവിടെ പേരൻസിൻ്റെ ഇതാണ് കേട്ടോ, അവരാണത് അത്രയാക്കി. അവസാന കാലത്ത് അത് വളരെ കൂടുതൽ ഗുണകരമായിട്ട് ഉപയോഗിക്കാനും പറ്റി അല്ലേ? അതെ അതെ തീർച്ചയായിട്ടും. ഇപ്പോഴാണെങ്കിലും എൻ്റെ സഭയിൽ എനിക്കതൊരു വലിയ ശുശ്രൂഷയാണ്. എൻ്റെ സിസ്റ്റേഴ്സിനെ കൊണ്ട് എവിടെ പോകാനും ഏത് സമയത്തും എന്തിനും കൊണ്ടുപോകാനും എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എൻ്റെ സിസ്റ്റേഴ്സിനാണെങ്കിലും എൻ്റെ വണ്ടിയെ കയറാനും വലിയ സന്തോഷമാണ്. നമുക്ക് തമ്പുരാന് നന്ദിയുടെ ഒരു ഗാനം ആലപിക്കാം. ഇത്രയും കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഏറ്റവും നല്ലൊരു താങ്ക്സ് ഗിവിങ്ങിൻ്റെ ഇംഗ്ലീഷോ എനി ലാംഗ്വേജ്. നന്ദി ചൊല്ലാൻ എൻ്റെ നാവുണർന്നിടുന്നു നാഥാ, നന്മയാകും നിന്നെ വാഴ്ത്തുന്നു ഞാൻ ഇന്നു മോദാ. ജനനം മുതലീ നാൾ വരെ താങ്ങി നിൻ തിരുകൈകളിൽ, ജനനം മുതലീ നാൾ വരെ താങ്ങി നിൻ തിരുകൈകളിൽ. ഓ സ്നേഹമേ നീ പോരൂ, നന്ദി ചൊല്ലാൻ എൻ്റെ നാവുണർന്നിടുന്നു നാഥാ, നന്മയാകും നിന്നെ വാഴ്ത്തുന്നു ഞാൻ ഇന്നു മോദാ. ഗുഡ്നസ് ടിവിയുടെ സ്നേഹം സഹനം സന്യാസം എന്ന ഈ ഒരു സമർപ്പിത ജീവിതങ്ങളുടെ ആഘോഷത്തിൻ്റെ ഈ ഒരു പരമ്പര കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഒരുപക്ഷെ ഇത്രമാത്രം മാസങ്ങളിൽ തുടർച്ചയായി ഒരുപക്ഷെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ടാവും മുടങ്ങാതെ. ഈ ഒരു എപ്പിസോഡ് വ്യത്യസ്തമായിരുന്നു എന്നതിൽ സംശയമില്ല. കാരണം സംഗീത വഴികളിൽ ക്രൈസ്തവ ധാരയിൽ ഇന്ന് ഏറ്റവും
ശ്രേഷ്ഠമായ ഒരു സാന്നിധ്യമാണ് സിസ്റ്റർ ജൂലി തെരേസ്. സിസ്റ്ററിൻ്റെ ജീവിത വഴികൾ അത് ദൈവാനുഭവത്തിൻ്റെ ഏറ്റവും കറകളഞ്ഞ വിശ്വാസത്തിൻ്റെ, ദൈവാശ്രയ ബോധത്തിൻ്റെ വലിയ പുതിയ പാഠങ്ങളാണ് നമുക്ക് നൽകിയത്. അത് സംഗീതത്തിൻ്റെ വഴികളിലൂടെയുള്ള സഞ്ചാരത്തിലും ഒരിക്കലും അണുവിട ദൈവവിശ്വാസത്തിൽ നിന്നും, ദൈവാശ്രയ ബോധത്തിൽ നിന്നും, ദൈവപരിപാലനയെക്കുറിച്ചുള്ള ആ ഒരു ഉൾക്കാഴ്ചയിൽ നിന്നും ഒട്ടും തന്നെ പിന്നോട്ട് പോകാതെ ഇന്നും സഭയുടെ ഏറ്റവും നല്ല ശുദ്ധ ശ്രുതി തെറ്റാത്ത സ്വരമായി സിസ്റ്റർ നിലകൊള്ളുകയാണ്. ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഇത്തരത്തിലുള്ള വലിയ സജീവ സാക്ഷ്യങ്ങളെ തമ്പുരാൻ്റെ സ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ, അനുകമ്പയുടെ ഒക്കെ സംഗീതം ഒഴിക്കുവാൻ ഇനിയും ആയിരക്കണക്കിന് ആളുകൾക്ക് ദൈവസ്നേഹത്തിൻ്റെ പുതിയ ഈണമായി മാറുവാൻ സിസ്റ്ററിന് കഴിയട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഗുഡ്നസ് ടി വിയുടെ പ്രേക്ഷകർക്ക് സിസ്റ്ററിൻ്റെ ജീവിത വഴികളിലൂടെ ഉള്ള ഈ ഒരു സഞ്ചാരം ദൈവത്തിന് നന്ദി പറയുവാനായിട്ടുള്ള മറ്റൊരു അവസരമായി മാറിയെങ്കിൽ ഞങ്ങൾ തമ്പുരാന് നന്ദി പറയുകയാണ്. ദൈവസ്തുതിക്ക് കാരണമാകുന്ന സമർപ്പിത ജീവിതത്തിൻ്റെ പുതിയൊരു അനുഭവമായി നമുക്ക് അടുത്ത വേദിയിൽ വീണ്ടും കാണാം. ഏവർക്കും നന്ദി, നമസ്കാരം. ജർമ്മനിയിൽ കംപ്ലീറ്റ് ഒരു മദ്യപാനം ഒഴിവാക്കുക എന്നുള്ളത് പോസിബിൾ അല്ലായിരുന്നതിനാൽ ടെമ്പറമെൻറ്റ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. മോഡറേറ്റ് ആയിട്ട് ആൽക്കഹോൾ എടുക്കാം, പക്ഷേ അധികമായിട്ട് എടുക്കാതിരിക്കാം. അപ്പോൾ അന്ന് മുതൽ എനിക്ക് ജയിൽ വിസിറ്റ് ചെയ്യാൻ ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു. ഞാനും സിസ്റ്ററും ജയിൽ സൂപ്പറിൻ്റെ അടുത്ത് പോയി പെർമിഷൻ വാങ്ങി എല്ലാ ആഴ്ചയും ഞങ്ങൾ വിമൻസ് സെൽ വിസിറ്റ് ചെയ്യുമായിരുന്നു. അവരുടെ അടുത്ത് പോകും, അവരുടെ കൂടെ പ്രാർത്ഥിക്കും, അവരുടെ കാര്യങ്ങളൊക്കെ കേൾക്കും. പിന്നെ ആരുടെയെങ്കിലും വീട്ടിൽ വിസിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് അവർ പറയുവാണെങ്കിൽ അവരെ പോയി കാണും. ഇനി ഞങ്ങൾക്കുള്ളത് നാഗ്പൂർ ഡയസിസിൽ HIV ഇൻഫെക്റ്റഡ് പേരൻസിൻ്റെ കുട്ടികൾക്ക് വേണ്ടി ഒരു സെൻ്ററുണ്ട്. അവിടെ 50 കുട്ടികൾ, സ്കൂൾ ഗോയിങ് കുട്ടികളാണ് പഠിക്കുന്നത്. അവരിൽ കുറച്ച് പേരൊക്കെ ഇൻഫെക്റ്റഡ് ആണ്, മെഡിസിൻ എടുക്കുന്നവരാണ്. ബാക്കി കുറേ പേരൊക്കെ